ഹലോ, ഞങ്ങൾ ഓഫീസിൽ ക്യാൻറ്റീനിൽ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മാനേജർ അപ്പോൾ ഇങ്ങനെ കുറേ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആൾ പറഞ്ഞു ആളുടെ മോന് വീട്ടിൽ മറ്റേ ഡ്രൈവിംഗ് സിമുലേറ്റർ ഉണ്ട്, അതായത് റേസ് കാർ സിമുലേറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഏരിയ ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് ഭയങ്കര ഇങ്ങനെ റേസിംഗ് പോലെ മറ്റേ ഭീകര ഡേഞ്ചറസ് റേസിംഗ് പോലെ വണ്ടി ഓടിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവൻ അവിടെ പോയി വണ്ടി ഓടിക്കണം. പക്ഷേ അതിന് നമുക്ക് ലൈസൻസ് വേണം, നോർമൽ ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ ഇവന് ലൈസൻസ് എടുക്കാൻ ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവൻ പറഞ്ഞു അവന് ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മാനേജർ പറഞ്ഞു, ഈ പുള്ളി അവനോട് പറഞ്ഞു, നീ പകുതി പൈസ ഇട്, ഞാൻ പകുതി പൈസ ഇടാം, അങ്ങനെ നീ ലൈസൻസ് എടുത്തു എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ മാനേജറിൻ്റെ ഭാര്യയും അവർ സ്കൂൾ ടീച്ചറാണ്, ഹൈസ്കൂൾ ടീച്ചറാണ്. അവർക്ക് ആ കുഞ്ഞിന് പൈസ കൊടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അവരങ്ങനെ പറഞ്ഞു. ഇവിടെ ഞാൻ മിക്കവരിലും കണ്ടുവരുന്ന ഒരു കാര്യമാണത്. അതായത് കുട്ടികൾ ഇപ്പോൾ എത്ര പൈസ ഉള്ള വീട്ടിലെ കുട്ടികളാണെങ്കിലും ഒരു 10 വയസ്സാകുമ്പോൾ ഇവിടെ ഇങ്ങനെ മറ്റേ പത്രം ഇടാൻ പോവുക, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ പിള്ളേരും അങ്ങനെയാണ് പൈസ ഉണ്ടാക്കി ലൈസൻസ് എടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു കൊളീഗ് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ആളുടെ മോൾക്ക് 7 വയസ്സോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അവൾക്ക് ലൂഡോ വാങ്ങിക്കണം, അതിന് 150 യൂറോ. അപ്പോൾ ഈ വ്യക്തി ഇവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ അവരുടെ വീട്ടിലൊരു ശീലമുണ്ട്, ഒരു ചിൽഡ്രൻസ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ 1 യൂറോ കിട്ടും. അപ്പോൾ ഇപ്പോൾ അവർ പുറത്ത് പോകുമ്പോൾ കുട്ടികൾ പറയണ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അവരുടെ ഈ അക്കൗണ്ടിൽ നിന്ന്, അതായത് ഈ ബുക്ക് വായിച്ചുണ്ടാക്കിയ അക്കൗണ്ടിൽ നിന്നാണ് അവർ അതിന് പേ ചെയ്തത്. അവർ പറയും, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ, നിങ്ങൾ കാശ് കൊടുത്ത് പേ ചെയ്ത്, അതായത് കാശായിട്ടല്ല, അവരൊരു കോയിൻ മീൻസ് പ്ലാസ്റ്റിക് കോയിൻ കൊടുക്കും. അപ്പോൾ എത്ര കോയിൻ വെച്ചിട്ട് പിള്ളേരുടെ കയ്യിൽ കാശ് കൊടുക്കാറില്ല. അപ്പോൾ അവർ പറയും, കാശുണ്ടോ, നിങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിക്കാമെന്ന് പറയും. അപ്പോൾ ഈ കൊച്ചിന് ലൂഡോ ആണെന്ന് പറഞ്ഞു, 150 യൂറോ ആണ്. അപ്പോൾ ആ കുട്ടി ഈ ആൾ പറഞ്ഞു, അതായത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തി പറഞ്ഞു, നിൻ്റെ കയ്യിൽ കാശുണ്ടോ, നീ ലൂഡോ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. ലൂഡോ ആണോ, ലെഗോ സോറി. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അവൾ 3 മാസം ബുക്ക് വായിച്ച് അവൾ ഈ പൈസ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഓക്കെ നമുക്കിനി വാങ്ങിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, വേണ്ട, കാരണം അവൾ 3 മാസം കുത്തിയിരുന്ന് വായിച്ചുണ്ടാക്കിയ കാശാണ്, അത് അവൾക്ക് അങ്ങനെ ഒരു കാര്യം വാങ്ങിക്കാൻ താല്പര്യമില്ല, അവൾക്ക് അതിനേലും ബെറ്റർ ആയിട്ടുള്ള കാര്യം വാങ്ങിച്ചാൽ മതി. അതായത് ആ കുട്ടിയുടെ പൈസയുടെ മൂല്യം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്ത് സാധനത്തിൻ്റെയും അവൈലബിലിറ്റി കൂടുമ്പോൾ നമുക്കതിൻ്റെ വിലയില്ലാണ്ടാവും. ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം ബാംഗ്ലൂർ വെച്ച് എയർപോർട്ടിൽ പോയി ഒരു സാധനം വാങ്ങിച്ചു. അവരെ ചെയ്യാൻ പാടില്ലാത്തതാണ്. എനിക്ക് ബാക്കി 5 രൂപ തന്നെ, അതിനൊരു 5 തന്നു. ഞാൻ പറഞ്ഞു, പറ്റില്ല, എൻ്റെ 5 രൂപ എനിക്ക് തിരിച്ചു തരാം. നിങ്ങൾ കടയിൽ പോയി നിങ്ങളവിടെ ചായ കുടിക്കാൻ ചെന്ന്, എയർപോർട്ടിൽ ചായ കുടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10, 20, 5 കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ചായ തരുമോ? ഒരിക്കലും ഇല്ല. സോ പൈസയുടെ മൂല്യം മനസ്സിലാക്കി വേണം എല്ലാവരും വളരാൻ.